ഒരു ഫ്രീലാൻസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ 1-2 ലക്ഷത്തിനൊക്കെ ചെയ്തു കൊടുക്കുന്ന സാധനം കോർപ്പറേറ്റ് കമ്പനീസ് കോടികൾക്ക് ആയിരിക്കും. സോ അടുത്തതാണ് ഞാൻ ഒരു പ്രോ ടിപ്പാണ് പറയാൻ പോകുന്നത്. സോ ചെയ്യുന്ന സമയത്ത് ഒരു ഡീമെറിറ്റും കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഒരു ക്ലയൻറ്റിനെ കിട്ടി എങ്ങനെ കൊട്ടേഷൻ ഇടാം, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ എങ്ങനെ പ്രൈസിങ് ഇടാം എന്നുള്ള കാര്യങ്ങളൊക്കെ. എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഹാക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഹാക്കായി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് റിക്കവർ ചെയ്ത് തരുമോ. ഫ്രീലാൻസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്ലയൻസിനെ കിട്ടുക എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കുറേ ക്ലീഷേ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് പറയുന്നതിന് മുന്നേ എനിക്കെങ്ങനെ കിട്ടി, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും ഫൈവർ, അപ്വർക്ക്, ഫ്രീലാൻസേഴ്സ് എന്നീ കുറേ ഫ്രീലാൻസേഴ്സ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ എൻ്റെ കേസിൽ ഇങ്ങനത്തെ ഏത് പ്ലാറ്റ്ഫോംസ് ഒന്നുമല്ല എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ എനിക്കിതിലൊന്നും അക്കൗണ്ട്സ് ഇല്ലായിരുന്നു. ഐ തിങ്ക് ഫൈവറിലെങ്ങാണ്ട് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് വർക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു ഫ്രീലാൻസ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു മാർക്കറ്റിനെ നശിപ്പിക്കരുത്. കുറേ പേര് ചെയ്യുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് ആൾറെഡി അറിയുന്നുണ്ടാവും എ ഐയുടെ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെ. സോ എ ഐനേക്കാൾ നമ്മൾ പേടിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ ഫ്രീലാൻസേഴ്സ് തന്നെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫൈവറിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 500-1000 വെബ്സൈറ്റ്സ് ചെയ്ത് കൊടുക്കുന്നവർ. നിങ്ങൾ ഒരിക്കലും വെബ്സൈറ്റ്സ് വളരെ ചീപ്പായിട്ട് ചെയ്ത് കൊടുക്കരുത്. കാരണം നിങ്ങൾ കോർപ്പറേറ്റ് കമ്പനീസൊക്കെ ഈ വെബ്സൈറ്റ്സിന് എത്ര ചാർജ് ചെയ്യുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടും. സോ നിങ്ങൾ ചിലപ്പോൾ 1-2 ലക്ഷത്തിനൊക്കെ ചെയ്ത് കൊടുക്കുന്ന സാധനം കോർപ്പറേറ്റ് കമ്പനീസ് കോടികൾക്കായിരിക്കും ആ ഒരു വെബ്സൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. സോ നിങ്ങളായിട്ട് നിങ്ങളുടെ മാർക്കറ്റ് കുറക്കാതിരിക്കുക. കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് പ്രൈസിംഗ് ഒക്കെ കുറച്ച് കുറയ്ക്കേണ്ടി വരുമെന്ന് അറിയാം, എങ്കിൽ പോലും നിങ്ങളൊരു ഹൈ ലെവലിൽ പിടിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ എല്ലാ ടീമിനും നഷ്ടങ്ങളൊന്നും അവിടെ വരാനില്ല. സോ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്നവർ ഫ്രീലാൻസിങ്ങിലോട്ട് വരാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. സോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. സോ അടുത്തതാണ് ഞാനൊരു പ്രോ ടിപ്പാണ് പറയാൻ പോകുന്നത്. സോ ഞാൻ എങ്ങനെയാണ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നതാണ്. സോ ഞാൻ എൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സെൽഫ് ടോട്ട് ഡെവലപ്പറാണ്. സോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്ന സമയത്ത് അത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടും, അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനീഷ്യലി ലിങ്ക്ഡിനിൽ പോസ്റ്റിങ് കുറവായിരുന്നു, ബട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഫാമിലി, നമ്മളെ ഫ്രണ്ട്സ്, അവരുടെ ഒരു അവയർനെസ് ഉണ്ടാക്കുക. സോ ഒരു വെബ്സൈറ്റ് എന്നുള്ളൊരു സംഭവം വരുന്ന സമയത്ത് നമ്മുടെ പേര് ഫസ്റ്റ് വരണം. ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിടുക. ഈ ഒരു സംഭവം നമുക്ക് വലിയ ടഫില്ല, കാരണം അവരത്ര ടെക്കീസ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഇടുന്ന കാണുന്ന സമയത്ത് അവരുടെ മൈൻഡിൽ വേഗം സ്ട്രൈക്ക് ആവും. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. സോ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറി ഇടും, അല്ലെങ്കിൽ ഓരോന്ന് പഠിക്കുന്ന സമയത്ത് ഓരോന്ന് സ്റ്റോറി ഇടും. സോ അങ്ങനെ ഇട്ടിട്ട് എല്ലാവരുടെ മൈൻഡിൽ ഒരു സംഭവം ഉണ്ടാകും. ചെയ്യുന്ന സമയത്ത് ഒരു ഡീമെറിറ്റും കൂടി ഉണ്ട്, അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. സോ ഫസ്റ്റ് നമ്മുടെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്ലയൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ എൻ്റെ കേസ് അങ്ങനെ ആയിരുന്നു, എല്ലാവരുടെ കേസ് എങ്ങനെ ആവുമെന്ന് അറിയില്ല. ബട്ട് അങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലയൻറ്റിനായിട്ട് എപ്പോഴും ഒരു നല്ലൊരു കണക്ഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. ഈവൻ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് തന്ന്, ഒരു ചെറിയ പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ കീപ്പ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ബഗ് വരും, ചിലപ്പോൾ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് അത് ഫിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റ്സ് കൊടുക്കുക എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗുഡ് കണക്ഷൻ വരും. അവർക്ക് നിങ്ങളോടൊരു ട്രസ്റ്റ് വരും. അതിലൂടെ അവർ നിങ്ങളെ കൂടുതൽ പേരിലോട്ട് റെഫർ ചെയ്യും. അതുപോലെ തന്നെ അവരുടെ വലിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് ക്ലയൻറ്റ് കിട്ടിയത്. പിന്നെ വരുന്ന വർക്കാണെങ്കിൽ പോലും അവരുടെ കുറച്ചും കൂടി വലിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ നമുക്ക് ലിങ്ക്ഡിൻ, നൗക്കറി, ഇൻഡീഡ് ഇതിലൊക്കെ കുറേ ഫ്രീലാൻസ് നമുക്ക് കിട്ടും. സോ അത് കുറവായിരിക്കും, ബട്ട് ചിലപ്പോൾ ഒക്കെ കിട്ടും. സോ അങ്ങനെ നോക്കിക്കാണ്ട് നമുക്ക് ഫ്രീലാൻസ് വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ഇങ്ങനെ നെറ്റ്വർക്ക് കൂടെ തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, അല്ലാതെ അപ്പ് വർക്ക് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റീലൊക്കെ പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ഓഫർ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഇറക്കാം.
അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വെക്കുക, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് വിട്ട് പ്രൈസ് ഒരിക്കലും കുറക്കാതിരിക്കുക. പിന്നെ എനിക്ക് വർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് ഡെവലപ്മെൻറ്റിൻ്റെ, സൈബർ സെക്യൂരിറ്റി, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അങ്ങനത്തെ കുറേ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബട്ട് എൻ്റെ കേസിൽ എനിക്ക് കൂടുതലും ഡെവലപ്മെൻറ്റിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ നിന്നാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതിലും ഇടയ്ക്ക് ഇങ്ങനെ വർക്ക് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ, അവർ ഡെവലപ്പേഴ്സ് അല്ല, അവർക്ക് തന്നെ ചെയ്തുകൂടെയെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നും ചെയ്യുന്ന സമയത്ത്, സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്ന സമയത്ത് നമ്മളുടെ ഒരു നെറ്റ്വർക്കിൽ അവയർനെസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ ഡെവലപ്പേഴ്സിൻ്റെയും നെറ്റ്വർക്കിൽ ഒരു അവയർനെസ് ഉണ്ടാകും. സോ ഇവർക്കും വർക്ക് കിട്ടും. അപ്പോൾ ചില ആൾക്കാർ പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ. സോ പക്ഷേ അവർക്ക് ചിലപ്പോൾ ഈ ഒരു വർക്ക് വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് കമ്മീഷനൊക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ ചോദിക്കും, ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവുന്നു. പിന്നെ ചില ആളുകൾ ആൾറെഡി കുറേ പ്രൊജക്ട്സ് ഏറ്റിട്ടുണ്ടാകും. സോ അപ്പോൾ അവർക്ക് ടൈം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്തും വേറെ ആളുകൾക്ക് അവർ പ്രൊജക്റ്റ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ താല്പര്യമുള്ളതെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് അല്ലെങ്കിൽ സംരംഭമൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സൊക്കെ ഉണ്ടാകാം. സോ അവരൊക്കെ ഇങ്ങനത്തെ ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഈ ഡെവലപ്പേഴ്സ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സൊക്കെ നമുക്ക് ജോബ് കിട്ടാനും നല്ല ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറേ പ്രോഗ്രാംസ്, ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട്. ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഹാക്കത്തോൺസ്, അല്ലെങ്കിൽ കുറേ കമ്മ്യൂണിറ്റി മീറ്റപ്സ്, ഇങ്ങനത്തെ പരിപാടികളിലോട്ടൊക്കെ പോവുക. എന്നിട്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക. നിങ്ങളെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം ചെയ്യണം. അതൊരു സ്കില്ല് തന്നെയാണ്. സോ ചില ആളുകളുണ്ട് സ്കില്ല് ഉണ്ടായിട്ട് മാർക്കറ്റ് ചെയ്യാതെ ഇരിക്കും. സോ ഇങ്ങനത്തെ മീറ്റപ്സിലൊക്കെ പോകുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് കണക്ട് ചെയ്യുക. സോ മേ ബി അവരിൽ നിന്ന് നിങ്ങൾക്ക് നാളെ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ചിലപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയവരുണ്ടാകാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് ചെയ്യുന്നവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാകാം. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യൂ. ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഒരു ക്ലയൻറ്റിനെ കിട്ടി എങ്ങനെ കൊട്ടേഷൻ ഇടാം, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിന് എങ്ങനെ പ്രൈസിങ് ഇടാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടത്, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പോയി നിങ്ങൾ ക്ലയൻസിനായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്ര അറിയുന്ന ക്ലയൻസിനായിട്ട് ഡീൽ ചെയ്യുകയാണെങ്കിൽ പോലും പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുക. സോ എല്ലാ കാര്യങ്ങളും പ്രൊഫഷണലാക്കി തന്നെ ചെയ്യാം. സോ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതായിരിക്കും അതിൻ്റെ ബെറ്റർ. അതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ചില ഫേംസൊക്കെ പുതിയതായിട്ട് തുടങ്ങുന്ന അക്കൗണ്ട്സൊക്കെ ഉണ്ടാകും. സോ അവർക്ക് ചിലപ്പോൾ ഇനീഷ്യലി വെബ്സൈറ്റ്സ് ഉണ്ടാവില്ല. സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആൾറെഡി ഉള്ള ഫേംസ് ആണെങ്കിൽ പോലും അവരുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിലെന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, ചിലപ്പോൾ ലോക്കൽ വെബ്സൈറ്റ്സ് ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒരു നല്ല കച്ചവടമൊക്കെ ഉള്ള കമ്പനി ആയിരിക്കാം, പക്ഷേ വെബ്സൈറ്റ്സൊക്കെ ലോക്കലായിരിക്കും. സോ അവരെ നിങ്ങൾക്ക് അങ്ങോട്ട് റീച്ച് ചെയ്തിട്ട് നിങ്ങളുടെ പോരായ്മകൾ ഇതാണ്, സോ നിങ്ങൾക്ക് ഇങ്ങനെ ബെറ്റർ ആക്കാം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് പ്രൊജക്ട്സ് സെറ്റാക്കാൻ പറ്റുന്നതാണ്. സോ അതായത് കോൾഡ് ഇമെയിൽസ്, കോൾഡ് കാൾസ്, കോൾഡ് മെസ്സേജിങ്, ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ടൈപ്പ് മാർക്കറ്റിങ്ങിന് ഒരു ഡീമെറിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കുറേ പേര് മെസ്സേജ് അയക്കാൻ ചാൻസ് ഉണ്ട്. ബ്രോ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ അക്കൗണ്ട് ഒന്ന് ഹാക്ക് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഹാക്കായി, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്ന് റിക്കവർ ചെയ്ത് തരുമോ. ചിലവരൊക്കെ മെസ്സേജ് അയക്കുന്നത് കണ്ടാൽ നമ്മൾ പാസ്വേഡൊക്കെ എടുത്ത് വെച്ച പോലെയാണ്. ബ്രോ ഇതിൻ്റെ പാസ്വേഡ് ഒന്ന് എടുത്ത് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഈ നമ്പർ തന്നിട്ട് ഇതിൻ്റെ ലൈവ് ലൊക്കേഷൻ എടുത്തു തരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോക്ക് ഇതുവരെ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കുക. പുതുതായിട്ട് ചാനൽ വന്നവരാണെങ്കിൽ കണ്ടൻസ് ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.